ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇറങ്ങി പോട്ടെ. ഇതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പാത്തിലേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് പറയാനുള്ളത് കൂടെ പറയണോ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു സെഗ്മെന്റ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ്, ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് ടു ഹസ്ബൻഡ്. അതായത് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഭയങ്കര ലോജിക്കായിട്ട് ആൻസർ പറയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എന്നാലും നമുക്ക് കുറച്ച് ഫണ്ണായിട്ട് നമുക്ക് ചോദിച്ചു പോവാം. അപ്പൊ അതിനു മുമ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതെന്റെ ഹസ്ബൻഡ് അഭിലാഷ് കെ. നമുക്ക് ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കാം അല്ലെ ആദ്യം? സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എന്റെ പേര് അഭിലാഷ്. എല്ലാവരും എന്നെ അബി എന്ന് വിളിക്കും. കൊച്ചിക്കാരനാണ്. പ്രോപ്പർ ഫോർട്ടോച്ചിയിലാണ് എന്റെ വീട്. പിന്നെ പ്രൊഫഷണൽ വൈസ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ഒരു US ബേസ് ഇമിഗ്രേഷൻ ഫേമിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. കഷ്ടപ്പെട്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഈ അടുത്തായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് നമ്മുടെ പാഷനാണ്. അത്രയൊക്കെ മതി, ബാക്കി ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് പറഞ്ഞാൽ മതി അല്ലേ? മൊത്തം പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം, ആകെയുള്ള ഒരു റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണേനെല്ലാം ആൻസർ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ല, പിന്നെ അധികം ഭയങ്കര ഇതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ആൻസർ ചെയ്യാം. ഇല്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരായിരുന്നു ആദ്യത്തെ ക്രഷ്? അതെ, കൊറേ പേരുള്ള കാരണം പറയാനറിയാൻ പറ്റില്ല. അല്ല, ഞാൻ നിനക്ക് കാണിച്ചതുണ്ട്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള അമ്പലത്തിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് ക്രഷ്. പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്നെ എന്തോരം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? ഹൗ മച്ച് ഡു യു ട്രസ്റ്റ് മീ? ട്രസ്റ്റ് ചെയ്യാൻ എന്താ ഇപ്പൊ 100% ട്രസ്റ്റ് ചെയ്യണ്ടല്ലോ. അതിന് വേറെ ഡൗട്ട് ഒന്നുമില്ല. ഡൗട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോണത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ 100% ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ, നമ്മൾ അറിയണമല്ലോ എങ്ങനെയാണ് മനസ്സിലിരിപ്പെന്നൊക്കെ. അടുത്തത്, ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും? ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഫാമിലിനോടാണ്. കമ്മിറ്റ്മെന്റ് അല്ല ഞാൻ ചോദിച്ചത്, പ്രിഫറൻസ് ആണ് ഞാൻ ചോദിച്ചത്. പ്രിഫറൻസ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് ഫ്രണ്ട്സിന്റെ സ്പേസും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കൂട്ടുകാരന്മാരായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകി അല്ലെങ്കിൽ അതിനായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സാറ്റർഡേ സൺഡേ ആണ് ഫിക്സഡ് ഓഫ്. സാറ്റർഡേസിൽ ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ പോകും, സൺഡേ ഫാമിലിക്ക് വേണ്ടി. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറ്. മെജോറിറ്റി ടൈം എന്തായാലും ഞാൻ നിന്റെ ഒപ്പം തന്നെയാണ്, ഇല്ല എന്നും പറയരുത്. മെജോറിറ്റി ടൈമിൽ ഫുള്ള് ഉറക്കമായിരിക്കും മാത്രം. നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ട് പകല് ഫുള്ള് ഉറക്കമായിരിക്കും. അങ്ങനെ പോകും മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ ഇതേപോലെ ഉറങ്ങി എണീറ്റിട്ട് കുറച്ചേരം നമ്മൾ പുറത്തൊക്കെ പോകും. നൈറ്റ് ഫുള്ള് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കും. പിന്നെ ഉള്ളത് സൺഡേ. സൺഡേ ഇതേപോലെ സാറ്റർഡേ പോയിട്ട് വന്നത് വെളുപ്പിനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയൊക്കെ എണീക്കണത് ഉച്ചക്ക്. ഇല്ല, എനിക്ക് പറയാനുള്ളത് കൂടെ പറയണമല്ലോ, അങ്ങനെ കേട്ടാ പോണത്. ഞാൻ ഫ്രണ്ട് സർക്കിളും ഫാമിലിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ട്രൈ ചെയ്യാറ്. കാരണം ഫ്രണ്ട്സ് എനിക്ക് വേണം എപ്പോഴും. എന്റെ എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും എന്റെ ഒപ്പം എന്റെ ഫ്രണ്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ടു എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്റെ ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അടുത്തത്, മോസ്റ്റ് വിസിറ്റഡ് പ്ലേസും അതേപോലെ ലീസ്റ്റ് വിസിറ്റഡ് പ്ലേസും. മോസ്റ്റ് വിസിറ്റഡ് പുറത്തേക്കൊന്നും പോയിട്ട് അതറിയാം, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എന്താണെങ്കിലും
ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ എനിക്ക് ഹൈ റേഞ്ച് ആണ് ഇഷ്ടം. അപ്പൊ കൂടുതലും ഞാൻ പോയേക്കണത് തമിഴ്നാട്, കൊടൈക്കനാൽ, ഊട്ടി ഏറ്റവും കൂടുതൽ പോയേക്കണത്. ഓക്കെ. ആൻഡ് ഈസ്റ്റ് ആയിട്ട് പോയേക്കണത് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ സൈഡ് ഇഷ്ടമല്ല, തെക്ക് സൈഡ് ഇഷ്ടമല്ല കേരളത്തിന്റെ. അപ്പൊ ട്രിവാൻഡ്രം ഒക്കെ വളരെ ചുരുക്കം പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. ശരിയാട്ടാ, ഞാൻ പോവാന്ന് പറഞ്ഞാലും അവർക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് തിരുവനന്തപുരം സൈഡിലേക്ക് പോണത്. ലീസ്റ്റ് അതായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ഒരാളോട് ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ഒരാളോട് ഫോർഗിവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? ക്ഷമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് നിനക്ക് ക്ഷമിക്കാം എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു ഇത് കിട്ടണേണ്, അങ്ങനെയാണെങ്കിൽ നീ ആരോടായിരിക്കും ക്ഷമിക്കുന്നത്, ഫോർഗീവ് ചെയ്യണത്? അങ്ങനെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. എന്നെ അങ്ങനെ ആരായിട്ട് ഞാൻ അങ്ങനെ പ്രശ്നമൊന്നും വെച്ചിട്ടൊന്നുമില്ല. ആരുമില്ലപ്പാ? അങ്ങനെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാള് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർഗീവ്നെസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യണേന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ടീം ലീഡായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജോബ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ഒരു ജോബ് ആയിരിക്കും പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ചെയ്തോണ്ടിരിക്കുക? അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ടേണിംഗ് പോയിന്റ് എന്റെ ഫസ്റ്റ് കമ്പനി സദർലാൻഡ് ആണ് എന്റെ കരിയറിൽ ടേണിംഗ് പോയിന്റ്. ബട്ട് ഇപ്പൊ സദർലാൻഡ് ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ പക്ഷെ ഇങ്ങനത്തെ ഒരു വർക്കിൽ ഞാൻ കയറില്ലായിരുന്നു. ഇപ്പൊ ടീം ലീഡ് പൊസിഷനിലൊക്കെയാണ്. ബട്ട് ഈ ഒരു പാത്തിലേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ വേറെ നോർമൽ ആയിട്ടുള്ള ജോലി. നോർമൽ എന്താന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അല്ലേ, ഇല്ലെങ്കിൽ ഇന്നൊരു ജോലിക്ക് പോകും ഞാനെന്നുള്ളത്, അതെന്തായിരിക്കും? ഇന്നൊരു ജോലിക്ക് ഞാൻ പണ്ട് തൊട്ടിട്ട്, അതായത് എന്റെ ഫസ്റ്റ് ബൈക്ക് മേടിക്കാനുള്ള പൈസ തന്നത്, ഡൗൺ പേയ്മെന്റ് തന്നത് എന്റെ അമ്മയാണ്. അതിന്റെ EMI അടച്ചത് ഞാനാണ്. അപ്പൊ ആ ഒരു ടൈം ഞാൻ ലൈസൻസ് കിട്ടിയപ്പോ തന്നെ ബൈക്ക് എടുത്ത ഒരാളാണ്. എല്ലാരും അതേപോലെയൊക്കെ തന്നെ ആയിക്കോട്ടെ. ഞാൻ 5000 ഉണ്ടോ പറയണത്. അപ്പൊ 18 വയസ്സ് തൊട്ടിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. കിട്ടുന്ന ജോലിക്കൊക്കെ പോവായിരുന്നു. റെസ്റ്റോറന്റില് ഡൈനിൽ നിന്നിട്ടുണ്ട്, ഡെലിവറിക്ക് നിന്നിട്ടുണ്ട്. കൊറേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് തനിയെ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കി തന്നെയാണ്. ഓക്കെ, അല്ല അതാണ് സത്യം. എന്റെ അച്ഛനമ്മനോട് ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിലാവും. ഞാൻ അങ്ങനെ എന്ത് ജോലിക്കും ഞാൻ പോവാൻ തയ്യാറായിട്ടിരിക്കണായിരുന്നു. പിന്നെ അറിയാലോ സാഹചര്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പൊ കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണത്തിനോട് അടുത്തപ്പോ സീരിയസ്നെസ്, ലൈഫ് ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നി. അപ്പൊ അങ്ങനെ ജോലി ചെയ്തു തുടങ്ങി. കല്യാണത്തിന് മുമ്പ് തന്നെ സദർലാൻഡിൽ കയറിയായിരുന്നു അല്ലെ? അതിന് മുമ്പ് കുറെ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാരേജിന് മുമ്പാണെങ്കിലും നമ്മുടെ മാരേജ് ഉറപ്പിക്കണ സമയത്തും വേറൊരു സ്ഥലത്താണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കോൺട്രാക്ട് ബേസിൽ പോയിക്കൊണ്ടിരിക്കണേന്ന്. പിന്നെ അതിന് മുമ്പാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്തും ആള് കുറെ ജോലിക്കൊക്കെ പോവായിരുന്നു. മീൻസ് അങ്ങനല്ല, കിട്ടുന്ന ജോലിക്കൊക്കെ പോയിരുന്നു. അപ്പൊ എന്ത് ജോലി കയറും എന്ന് ചോദിച്ചാല് അതിനുള്ള ഉത്തരവൊന്നും ഇല്ലായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ ഒരു മോട്ടീവ് ഒന്നും ഉണ്ടായില്ല. ഇന്ന ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലി ആയിരിക്കണം. ഇത് ലൈഫ് എന്നെ കൊണ്ട് എത്തിച്ചു, ഞാൻ പോണു. ആ ഒരു മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. ഇപ്പൊ ഫാമിലി അല്ലാണ്ട്, അല്ലെങ്കിൽ നിന്റെ അച്ഛനമ്മ ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല, ഫാമിലി അല്ലാണ്ട് നിനക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2%. മോസ്റ്റ് ഫേവറേറ്റ് ഇൻ ദ സെൻസ് എനിക്ക് കണക്ഷൻ ഉള്ള ആൾക്കാരാണോ? നിന്റെ ലൈഫിൽ നിനക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നി, അല്ലെങ്കിൽ ആ ഒരു സ്പേസിലുള്ള 2%. ഞങ്ങളല്ല പറയാൻ പാടില്ല. ഫാമിലി പറയാൻ പാടില്ല. ഫാമിലി, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഫാമിലി പറയാൻ പാടില്ല, അച്ഛൻ നമ്മുടെ അബ്ബ പായമ്മനെ പറയാൻ പാടില്ല, ഞങ്ങളെ പറയാൻ പാടില്ല. റിലേറ്റീവ്സ് കുഴപ്പമില്ല. ആ ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2% പറയണം. റിലേറ്റീവ്സും പറയാം. അത് നിന്റെ ഇഷ്ടമല്ലേ? നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്തിരി കൂടെ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്റെ അമ്മയുടെ അനിയത്തി മൗസി എന്നോടാണ്. പിന്നെ ഔട്ടർ സർക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ
മീൻസ് ചൈൽഡ്ഹുഡിനോട് എന്റെ കൂട്ടുകാരനായിരുന്നു വിഷ്ണു. പിന്നെ കോളേജിൽ നിന്ന് കൂട്ടുകാരൻ സജീർ. ഈ രണ്ടുപേര് ആണ്. 3 പേരായല്ലേ ഇപ്പൊ മൊത്തം? ഐ മീൻ ഫാമിലിയില് ഒരാള് എന്റെ മൗസിയ, നമ്മുടെ അനിയത്തി മാത്രമാണ്. റിലേറ്റീവ്സില് ഫ്രണ്ട് സർക്കിളിലേക്ക് 2 പേരാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേര്, വിഷ്ണു സജീർ. കാരണം എന്റെ മിക്ക പ്രശ്നത്തിനും എല്ലാത്തിനൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ അവരതൊക്കെ ഇപ്പോഴും എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കാറ് അവരെ തന്നെയാണ്. പിന്നെ അല്ലാണ്ട് എന്റെ കുറെ ഫ്രണ്ട്സിന് തന്നെ ഹെൽപ്പ് ചെയ്യണവര്. ബട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ്. നമ്പർ ഓഫ് ഗേൾ ഫ്രണ്ട്സ്, എത്ര ഗേൾ ഫ്രണ്ട്സ് ഇവിടെ കുഞ്ഞു ചിരിക്കണേട്ടാ? അവന്മാരുണ്ടാവും, അവന്മാർ ഭയങ്കര ശരിയാണ്. ഓക്കെ, ഗേൾ ഫ്രണ്ട്സ് നമ്പർ ആണ്ടോ ഞാൻ ചോദിച്ചേക്കണേ? നമ്പർ ഓഫ് ഗേൾ ഫ്രണ്ട്സ്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇറങ്ങി പോട്ടെ. അതൊക്കെ പറയണം. ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ കാര്യം ഉണ്ടായിരുന്നില്ല, അത് എനിക്ക് തന്നെ അറിയാം എത്ര പേരേതാ. അത്രേ ഉള്ളൂ. മീൻസ് റിലേഷനിലായാണ് ചോദിക്കണം. ഗേൾ ഫ്രണ്ട്സ് എന്ത് വേണമെങ്കിലും എടുക്കാം, എന്ത് സെൻസിലാണെങ്കിലും എടുക്കാം. ഒരാള് ഉണ്ടായിട്ടുള്ളൂ, എന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. അല്ലാണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വേറെ ആരും ഇല്ല എന്നാ പറയണം. പാവം. അങ്ങനല്ല, എന്ത് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ലാത്ത ആരുള്ള എല്ലാവർക്കും ഉണ്ടാവും. അവരൊന്നും പേര് ഇപ്പൊ വെളിപ്പെടുത്താറില്ലല്ലോ. അവരെ കല്യാണം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ ഗേൾ ഫ്രണ്ടിനെ ചോദിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞ് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ നമുക്ക് അതും കൂടെ ചോദിക്കാം. എക്സ് ഗേൾ ഫ്രണ്ടിനെ ഓർക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ ആ ഒരു മെമ്മറീസ് ഒക്കെ വരാറുണ്ടോ? ഉറപ്പായിട്ടും വരാറുണ്ട്. കാരണം എന്റെ ഫസ്റ്റ് ലവ് ആണ്. പിന്നെ നമ്മുടെ റിലേഷന് തൊട്ട് മുമ്പുണ്ടായ റിലേഷനാണ്. അപ്പൊ ഉണ്ട്, ഉറപ്പായിട്ടും വരാറുണ്ട്. ഞാൻ അങ്ങനെ മറന്നളയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാനത് ഉറപ്പായിട്ട് നിന്നോട് പറയാറുമുണ്ട്. അതെ, അതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഞാൻ തന്നെ മേടിക്കണം. ഇപ്പൊ ഞാൻ നമ്മുടെ റിലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനെല്ലാം ഉറപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തിന് ആ പെണ്ണിനെ ഞാൻ ഇവളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ 3 പേരും കൂടി മിണ്ടിയിട്ടൊക്കെയാണ് നമ്മ ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തിയത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പൊ അവിടെ അവരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട്, ഞാൻ പോയിട്ടുണ്ട് ഈ നെക്സ്റ്റ് ലവറായിട്ട്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അഭി അപ്പൊ തന്നെ പറയാറുണ്ട് കേട്ടാ. അങ്ങനെയൊക്കെ അഭി ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പറയണ പോലെ തന്നെ ഈ കഥകൾ മുഴുവൻ പിള്ളേരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പിള്ളേർക്കും അറിയാം. അവന്മാരോട് ഞാൻ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം അവന്മാര് ഗേൾ ഫ്രണ്ട് എന്നുള്ള വാക്ക് ഓടിക്കണൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. ഞാൻ ആളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആളെ കണ്ടാൽ അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ മറിച്ചൊക്കെ ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമില്ലേ അല്ലെ? അതെ, എല്ലാവർക്കും അറിയാം. ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നാട്ടുകാർക്കും അറിയാം. അപ്പൊ അത്രേ ഉള്ളൂ. എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു ഗൈസ്. ഇത് നിനക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയൊന്നുമില്ല? ഇല്ല, ഞാൻ വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. അപ്പൊ അബി ഇങ്ങനെ ഒരു സെഗ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ചുമ്മാ അറിയില്ല എന്തൊക്കെ ക്വസ്റ്റ്യൻസാ ഞാൻ ഇട്ടേന്ന്. ചിലപ്പോ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചതെങ്കിൽ അബി ഇന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, കുറച്ചും കൂടെ ടഫായിട്ടുള്ള തരാൻ പറഞ്ഞാനേട്ടാ. ഞാനായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാനായിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ സെക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു. മൈൻഡ് ഒക്കെ നടക്കാറുള്ള കാര്യമാണ്.